ഇവിടെ പ്രേക്ഷകരെ നമുക്ക് ഇന്ന് പത്രങ്ങളിലേക്ക് എത്തും മുമ്പ് മലപ്പുറം മാണൂരിൽ KSRTC ബസ്സും ഒരു ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. രാവിലെ തന്നെ 30ഓളം യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം. വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു അപകടത്തിന്റെ വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത്? ദൂരയാത്രയ്ക്ക് പോവുകയായിരുന്നോ ടൂറിസ്റ്റ് ബസ്? ആർക്കെങ്കിലും കാര്യമായ പരിക്കുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ആർക്കും അത്രത്തോളം കാര്യമായ പരിക്കില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് നാട്ടുകാരിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:50 കൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് മാണൂരിൽ വെച്ചാണ് ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. KSRTC ബസ്സും എതിർദിശയിൽ നിന്നും വന്ന ഒരു ടൂറിസ്റ്റ് ബസ്സും, സ്വകാര്യ ബസ്സായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായിരുന്നത്. ഇരുവാഹനങ്ങളിലുമായി ഏകദേശം 50ലധികം യാത്രക്കാരുണ്ടായിരുന്നു. മൊത്തം ഈ ഒരു അപകടത്തിൽ 30ഓളം യാത്രക്കാർക്കാണ് പരുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ ആശ്വാസകരമായ വാർത്ത, ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. വാഹനം ചെറിയ രീതിയിൽ ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട്. ആ ഒരു സമയമായതിനാൽ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ആ ഒരു മേഖലയിലൂടെ അത്രയധികം ഉണ്ടായിരുന്നില്ല. വലിയൊരു അപകടം അതുകൊണ്ട് തന്നെ ഒഴിവായി എന്നുള്ളതാണ്. എന്താണ് അപകട കാരണം എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരം ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. ആ ഒരു സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പരിക്ക് സംഭവിച്ചവരെ ആദ്യഘട്ടത്തിൽ തന്നെ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരുടെയും പരുക്ക് ഗുരുതരമല്ലാത്തതിനാൽ ആശ്വാസകരമാണ്. പ്രാഥമിക ചികിത്സ നൽകി അവരൊക്കെ തന്നെ മടങ്ങി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനം ഏറെക്കുറെ തകർന്നിട്ടുമുണ്ട്. എന്തായാലും 30ഓളം യാത്രക്കാർക്കാണ് ചെറിയ രീതിയിൽ ഈ ഒരു സംഭവത്തിൽ പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ നാട്ടുകാരുടെ, അവിടെ എത്തിച്ചേർന്ന മറ്റാളുകളുടെയൊക്കെ തന്നെ കൃത്യമായ ഇടപെടലിലൂടെ വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ്. അരുൺകുമാർ. താങ്ക് യു. മുബഷീറാണ് നമുക്കൊപ്പം ചേർന്നത്. രാവിലെ തന്നെ ഒരു ചെറിയ അപകടത്തിന്റെ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ചെറുത് എന്ന് പറയുമ്പോഴും 30ഓളം പേർക്ക് അത്ര സാരമല്ലാത്ത പരിക്കാണ് ഏറ്റിരിക്കുന്നത്. എന്തായാലും ആശ്വാസമുണ്ട്. മറ്റ് ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെയില്ല.